തദ്ദേശ ഭരണ വകുപ്പിലെ സ്ഥലംമാറ്റ ഉത്തരവുകളിൽ അടിമുടി പിഴവ്. ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്ക് താഴ്ന്ന തസ്തികയിലേക്കും കഴിഞ്ഞ മാസം അസിസ്റ്റന്റ് സെക്രട്ടറിയായ ആൾക്ക് ഹെഡ് ക്ലാർക്കായും സ്ഥലമാറ്റം നൽകിയിരിക്കുന്നു. ഒരു ഒഴിവിലേക്ക് ഒന്നിലധികം പേർക്കും നിയമനം കൊടുത്തിട്ടുണ്ട്. കൃത്യമായി വിവരശേഖരണം നടത്താതെയാണ് ഉത്തരവ് തെളിയിക്കുന്നതാണ് പിഴവുകൾ. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഈ പുതുവർഷ ദിനത്തിൽ പുറത്തിറക്കിയ ഉത്തരവിലാണ് അടിമുടി പിഴവുള്ളത്. കാരണം ഈ തദ്ദേശ വകുപ്പിലെ ജീവനക്കാരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ഉത്തരവ്. പക്ഷേ ഈ ഉത്തരവ് പുറത്തിറങ്ങുമ്പോൾ അതിൽ വലിയ തരത്തിലുള്ള പിഴവുകൾ സംഭവിച്ചു എന്നതാണ് നമുക്ക് ഈ ഉത്തരവ് തന്നെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഈ ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉത്തരവിറങ്ങിയപ്പോൾ താഴ്ന്ന തസ്തികയിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു. ഒപ്പം ഒരേ തസ്തികയിൽ ഒന്നിലധികം പേർക്ക് നിയമനം നൽകുകയും ചെയ്തിരിക്കുന്നു. ഈ ഉത്തരവ് പുറത്തിറങ്ങിയതോടെ ജീവനക്കാർ വലിയ ആശങ്കയിലാണ്. പ്രധാനമായും ഈ ഡിസംബർ 16-ന് അസിസ്റ്റന്റ് സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം ലഭിച്ച ഒരു ഉദ്യോഗസ്ഥയ്ക്ക് പുതിയ ഉത്തരവിറങ്ങിയപ്പോൾ ഹെഡ് ക്ലർക്കായി സ്ഥാനമാറ്റം, അതായത് സ്ഥലം മാറ്റം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവിൽ വലിയ തരത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് തദ്ദേശ വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഈ തദ്ദേശ വകുപ്പിലെ ഓരോ ജീവനക്കാരും എവിടെ ജോലി ചെയ്യുന്നു, കൃത്യമായ അവരുടെ തസ്തിക എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഒരു വിവരശേഖരണം പ്രിൻസിപ്പൽ ഡയറക്ടറുടെ ഓഫീസിൽ ഇല്ല എന്നത് തന്നെയാണ്. ഈ വിവരശേഖരണം കാര്യക്ഷമമായി നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ കുറ്റമറ്റ രീതിയിൽ സ്ഥലമാറ്റ ഉത്തരവുകളും സ്ഥാനക്കയറ്റങ്ങളും ഒക്കെ തന്നെ നൽകാൻ കഴിയൂ എന്നതാണ് ജീവനക്കാരുടെ തന്നെ പൊതുവികാരം. മാത്രമല്ല, ഈ സ്ഥലം മാറ്റത്തിലൂടെ ചില താല്പര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയുന്നു. കാരണം ഒരു ഒഴിവിൽ ഒന്നിലധികം പേർക്ക് നിയമനം ലഭിക്കുമ്പോൾ അതിൽ ഒരാൾക്ക് നിയമനം നൽകുകയും ബാക്കിയുള്ളവരെ അവിടെ നിലനിർത്തുകയും അവർക്ക് ഇഷ്ടമുള്ള അതായത് താല്പര്യക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നിയമനം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന തസ്തികയിലേക്ക് നിയമനം നൽകാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു പഴുതം ഈ ഉത്തരവിലൂടെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട് ഈ ഉത്തരവിന്റെ അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ പുതുവർഷ ദിനത്തിൽ തന്നെ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഇറക്കിയ ആദ്യ ഉത്തരവിൽ ഈ പിഴവുകൾ ഉണ്ടായിരിക്കുന്നു. ജീവനക്കാർ അടക്കം ഈ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്നിലധികം പിഴവുകൾ തന്നെയാണ് ഈ ഉത്തരവിലുള്ളത്. മാത്രമല്ല, ഈ പിഴവുകൾ പരമാവധി നേരത്തെയും ഈ തദ്ദേശ വകുപ്പിൽ ഈ സ്ഥാനക്കയറ്റം, സ്ഥാനമാറ്റ ഉത്തരവുകൾ ഇറക്കുകയും പിന്നീട് തിരുത്തൽ ഉത്തരവുകൾ നൽകുന്നതും സ്വാഭാവികമായും പലപ്പോഴും നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ ഒരു വിവരശേഖരണം നടത്തി ഇത് കാര്യക്ഷമമായി ജീവനക്കാരുടെ സ്ഥലം മാറ്റ ഉത്തരവുകളും കയറ്റങ്ങളും അടക്കം നിർണ്ണയിക്കണമെന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ തദ്ദേശ വകുപ്പിലെ ജീവനക്കാർ പറയുന്നത്. SKN. ഓക്കെ, താങ്ക് യു പ്രതീഷ്.